Hello, welcome to Services Management. Today's topic, offshore banking. An offshore bank is a bank located outside the country of residence of the depositor, typically in a low tax jurisdiction that provides financial and legal advantages like greater privacy, low or no taxation, easy access to deposits, and protection against local, political, or financial instability. Examples for offshore financial centers are Switzerland, Luxembourg, Seychelles, etc. സോ ഓഫ്ഷോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഡിപ്പോസിറ്റർ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് അയാളുടെ രാജ്യത്തിന് പുറത്തുള്ള രാജ്യത്ത് നിന്നുള്ള ബാങ്കിങ് സർവീസിനെ അല്ലെങ്കിൽ ബാങ്കിങ് സർവീസ് മറ്റ് രാജ്യത്തുള്ളൊരു ബാങ്കിൻ്റെ സർവീസ് യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് ഓഫ് ഷോർ ബാങ്ക് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി കൂടുതലായിരിക്കും, ടാക്സ് ഉണ്ടാവില്ല, ഈസി ആക്സസ് ടു ഡിപ്പോസിറ്റ്സ്, പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് ലോക്കൽ പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി. തദ്ദേശീയമായിട്ടുണ്ടാകുന്ന പൊളിറ്റിക്കലായിട്ടുള്ള മറ്റുള്ള ഇൻസ്റ്റെബിലിറ്റി ഒന്നും തന്നെ ഈ ഇത്തരം ബാങ്കുകളെ അഫക്റ്റ് ചെയ്യില്ല. അത്തരത്തിലുള്ള ഒരു ബാങ്കിങ്, ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിലെ ബാങ്കിൻ്റെ സർവീസുകൾ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തിനാണ് ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇത് വളരെ കൂടുതൽ ഫേമസ് ആയിട്ട് നടത്തുന്ന രാജ്യങ്ങളാണ് സ്വിറ്റ്സർലൻഡ്, ലക്സംബർഗ്, സീഷെൽസ് എക്സെട്ര. സ്വിസ് ബാങ്ക് എന്ന് എല്ലാവരും കേൾക്കുന്നതാണ്. സ്വിസ് ബാങ്കൊക്കെ നൽകുന്ന തരം ബാങ്കിങ് സർവീസിനാണ് ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറയുന്നത്. Advantages of offshore banking. Offshore banks can sometimes provide access to politically and economically stable jurisdictions. This will be an advantage for residents in areas where there is a risk of political turmoil, who fear their assets may be frozen, seized or disappear. സ്വന്തം രാജ്യത്ത് പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവരുടെ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലുള്ള ബാങ്കിങ് സർവീസിനെ അവൈൽ ചെയ്യുന്നു. അതാണ് ഓഫ് ഷോർ ബാങ്കിങ്ങിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സം ഓഫ് ഷോർ ബാങ്ക്സ് മേ ഓപ്പറേറ്റ് വിത്ത് ലോവർ കോസ്റ്റ് ബേസ് ആൻഡ് ക്യാൻ പ്രൊവൈഡ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് than the legal rate in the home country due to lower overheads and lack of government intervention. പല രാജ്യങ്ങളും നൽകുന്ന ബാങ്കിങ് സേവനങ്ങൾക്ക് കോസ്റ്റ് വളരെ കുറവായിരിക്കും. കാര്യം അവിടുത്തെ ആ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടുള്ള ടാക്സേഷനും മറ്റും കുറവായത് കാരണം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഈസ് ജനറലി പെയ്ഡ് ബൈ ഓഫ് ഷോർ ബാങ്ക്സ് without tax being deducted. This is an advantage to individuals who do not pay tax on worldwide income or who do not pay tax until tax return is agreed, or who feel that they can illegally evade tax by hiding interest income. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടാക്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടാക്സ് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. Next, some offshore banks offer banking services that may not be available from domestic banks, such as anonymous bank accounts, higher or lower rate loans based on risk, and investment opportunities not available elsewhere. സോ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തുള്ള ബാങ്കുകളിൽ ലഭിക്കാത്ത തരത്തിലുള്ള സ്പെഷ്യലായിട്ടുള്ള ചില സർവീസുകൾ ഓഫ്ഷോർ ബാങ്കുകൾ നൽകുന്നുണ്ട്. അതായത് ഒന്നാണ് അനോണിമസ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഹോൾഡറുടെ ഒരു ഇൻഫർമേഷൻ തന്നെ ബാങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യില്ല. അതുപോലെ മറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്, ഹയർ ഓർ ലോവർ റേറ്റ് ലോൺസ് ബേസ്ഡ് ഓൺ റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നോട്ട് അവൈലബിൾ എൽസ്വേ. മറ്റൊരു സ്ഥലത്ത് ലഭിക്കാത്ത തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള ബാങ്കിങ് സർവീസ് ലഭിക്കുന്ന
മറ്റ് രാജ്യങ്ങളിലുള്ള ബാങ്കുകളുടെ സേവനം ഒരു രാജ്യം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് ഓഫ്ഷോർ ബാങ്കിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്വിറ്റ്സർലൻഡ്, ലക്സംബർഗ്, സീഷെൽസ്, എക്സെട്ര. ഓക്കെ, താങ്ക് യു.